ദുബായിൽ നടന്ന ജിറ്റെക്സിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ. ഇത് ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആകാൻ പോകുന്നില്ല ദുബായ് പോലീസിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് വെൽക്കമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഡയറക്റ്റ് എന്താ പറയുക, എഐയുടെ കാലമാണ് കേട്ടോ. ഇതൊരു മനുഷ്യനല്ല. ആദ്യം മുമ്പൊക്കെ ആൾക്കാർ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാരെ വെൽക്കമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാലമായിരുന്നു. ഇപ്പോൾ പകരം എഐ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതുമാത്രമല്ല, ശരിക്കും ഒരു ആ മനുഷ്യൻ്റെ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത് പോയി സെൽഫി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വരും, തലകുനിക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവരെ ഇതിൽ മെമ്മറി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഏതാ നോക്കിയേ, സെൽഫിക്കൊക്കെ പോസ് ചെയ്ത് നോക്കിയേ. ഇനി വരാൻ പോകുന്നുള്ള ടെക്നോളജിയാണ് കേട്ടോ. ഓക്കെ, ഇവരാണ് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ക്രിയേറ്ററാണ്, അതായത് ചൈന ബേസിക്കായിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തൊട്ട് മുമ്പിൽ പോകുമ്പോഴത്തേക്ക് നമ്മളെ ഇന്ത്യൻ ടാറ്റയുടെ ഇലക്ട്രോണിക്കിൻ്റെ ഒരുപാട് അവരായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഒരു പുതിയൊരു എനിക്ക് തോന്നുന്നു എന്തോ ഒരു സ്കാനിങ് ആയിട്ട് സംബന്ധമായിട്ടുള്ളൊരു വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയാണ് ഇനിയിപ്പോൾ ദുബൈയിൽ വരാൻ പോകുന്നുള്ള ഒരു വണ്ടിയുടെ ഇതാണ്. സെയിം ID പോലത്തെ, ഒന്നെങ്കിൽ ട്രാഫിക്കിലേക്കായിരിക്കും എന്തെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ഓക്കെ, ആ ഒരു വണ്ടിയുടെ ഇതാണ് നിങ്ങൾ കാണുന്നുള്ളത് കേട്ടോ. മുകളിൽ ക്യാമറ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ AI ആയിട്ടുള്ള ഒരുപാട് AI ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ഇത് നോക്കിയാൽ ഒരു ഫുട്ബോൾ കളിക്കുന്ന റോബോട്ട്. ഓക്കെ, നമ്മൾ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ഫോളോപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു റോബോട്ടിനെ അവർ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എന്നൊക്കെ നമ്മൾ ആ ബോൾ അനക്കുന്നതിനനുസരിച്ചിട്ട് റോബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല രസമാണ് കണ്ടിട്ട്. കുറച്ച് സമയം അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പോയി കേട്ടോ. ഓക്കെ, നമ്മൾ ബോളിനനുസരിച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്നുണ്ട്, കണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇതിപ്പം ഇത്തിസലാത്തിൻ്റെ ഒരു പവലിയനാണ് നിങ്ങളുള്ളത്. ഇവരാണ് ഒരുപാട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പവലിയനാണ് ഇത്തിസലാത്തിൻ്റെ കേട്ടോ. ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. LED ആയിട്ടുള്ള ലൈറ്റിങ്സൊക്കെ ആയിട്ടുള്ളൊരു ഇതൊക്കെ. ഇതൊരു വണ്ടി ഉണ്ടായിരുന്നു ഡബിൾ, അതായത് ബാക്ക് അടുപ്പിച്ച് ഡബിൾ ടയറൊക്കെ ആയിട്ടുള്ളൊരു കാറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, ചെയിനൊക്കെ വേറെ ലെവലിലാണ്. നമ്മുടെ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും എത്രയോ കാലം മുന്നോട്ട് കടക്കാനുണ്ട്. ഓക്കെ, ഇതൊരു ഇനി വരാൻ പോകുന്നുള്ളൊരു പുതിയൊരു കാറിൻ്റെ ഡെമോ ആണ് ഇതിൽ കാണിക്കുന്നുള്ളത് കേട്ടോ. ഓക്കെ, അത്രക്കും എന്താ പറയുക, ആ ഒരു ഇതായിട്ട് ശരിക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും ഇനി വരാൻ പോകുന്നുള്ള ടെക്നോളജി ചിന്തിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടെക്സിൽ നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും പോകാൻ ശ്രമിക്കാം. ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ.